ക്യൂബ് ഫിലിം സൊസൈറ്റി കണ്ണൂരിൽ 28 വർഷമായിട്ട് പ്രവർത്തിക്കുകയാണ്. എല്ലാ വർഷവും ചലച്ചിത്രമേളകൾ, ചലച്ചിത്ര ആസ്വാദന ക്യാമ്പുകൾ, കുട്ടികൾക്കായുള്ള പ്രത്യേക പാക്കേജുകൾ തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ ഇതിനകം ഫിലിം സൊസൈറ്റി അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ വർഷത്തെ ക്യൂബ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടത്താൻ ഉദ്ദേശിക്കുന്ന ഈ സാഹചര്യത്തിൽ തന്നെയാണ് പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ 13ാമത് സംസ്ഥാന സമ്മേളനം കണ്ണൂരിൽ നടക്കുന്നത്. അതുകൊണ്ട് ക്യൂബിൻ്റെ ഈ വർഷത്തെ ക്യൂബ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ പുരോഗമന കലാസാഹിത്യ സംഘവുമായി ചേർന്ന് സംയുക്തമായി വലിയ ജനപങ്കാളിത്തോടെ നടത്താനാണ് നിങ്ങൾ ആലോചിച്ചിട്ടുള്ളത്. പുരോഗമന കലാസാഹിത്യ സംഘം കൂടി ചേരുന്നു എന്നതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധേയമായിട്ടാണ്, വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഈ സിനിമകളൊക്കെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഒരു പ്രത്യേക പാക്കേജിൻ്റെ ഭാഗമായി വെള്ളിത്തിരയിലെ സമരജ്വാലകൾ എന്ന പേര് നൽകിയിട്ടുള്ള സിനിമ പ്രദർശനമാണ് 3 ദിവസങ്ങളിലായി 26, 27, 28 തീയതികളിലായി കണ്ണൂർ നടക്കുന്നത്. ഇതിൽ പ്രധാനമായും പ്രതിരോധം, സമരം, അതിജീവനം എന്ന പ്രമേയമുള്ള സിനിമകളാണ് പ്രദർശിപ്പിക്കുന്നത്. ആകെ 9 സിനിമകൾ പ്രദർശിപ്പിക്കുന്നു. ഇതിൽ 2 മലയാളം സിനിമയുണ്ട്, മറ്റ് 7 വിദേശ സിനിമകളാണ്. ഒരു പ്രത്യേകത, വിദേശ സിനിമകളെല്ലാം പൂർണ്ണമായും മലയാളം സബ്ടൈറ്റിലോടുകൂടിയാണ് പ്രദർശിപ്പിക്കുന്നത്. ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് 26-ാം തീയതി വൈകുന്നേരം വെള്ളിയാഴ്ച കേരള ബാങ്ക് ഹാളിലാണ്. അറിയപ്പെടുന്ന ചലച്ചിത്ര നിരൂപകയും അധ്യാപികയുമായിട്ടുള്ള ഡോക്ടർ അനൂപ് പാപ്പച്ചനാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. ഉദ്ഘാടന ചിത്രമായിട്ട് ഗാസ ഫൈറ്റ് ഫോർ ഫ്രീഡം എന്നൊരു ഡോക്യുമെൻ്ററി അബി മാർട്ടിൻ്റെ ഒരു സിനിമയാണ്. അതുപോലെ എല്ലാ സിനിമകളും ഒന്നിനൊന്ന് പ്രത്യേകം സെലക്ട് ചെയ്തിട്ടുള്ള നല്ല സിനിമകളാണ്. കുട്ടികൾക്ക് പഠിക്കേണ്ടതും അതുപോലെ യുവാക്കൾക്കും പിന്നെ സ്ത്രീകൾക്കൊക്കെ കണ്ടിരിക്കേണ്ട സിനിമകൾ തന്നെയാണ് പ്രദർശിപ്പിക്കുന്നത്. ഇതിൻ്റെ 2ാം ദിവസം ഒരു ഓപ്പൺ ഫോറം സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിലൊക്കെ വിശിഷ്ടാതിഥികളായിട്ട് VK ജോസഫ് 2ാം ദിവസം പങ്കെടുക്കുന്നുണ്ട്. 3ാമത്തെ ദിവസവും നമ്മൾ ഈ സിനിമ മൊത്തം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വിശകലനം കൂടി നടത്തുന്നുണ്ട്. അത് എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള വിപുലമായ പരിപാടികളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ആലോചിക്കുന്നത്. എനിക്ക് മാധ്യമപ്രവർത്തകരോട് പ്രധാനമായിട്ട് പറയാനുള്ളത്, ഞങ്ങളെ സംബന്ധിച്ച് ക്യൂബ് ഇത്രയും വലിയ പരിപാടി നടത്തുമ്പോൾ പലപ്പോഴും ഇത് ബാങ്ക് ജീവനക്കാരുടേതാണെന്നൊരു ധാരണയിൽ പങ്കാളിത്തത്തിനൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ അതിപ്പോൾ മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പരമാവധി പ്രചരണം തന്നുകൊണ്ട് നിർബന്ധമായും കണ്ടിരിക്കേണ്ട സിനിമകളായതുകൊണ്ട് തന്നെ എല്ലാവരും എത്തിക്കാനുള്ളൊരു സഹായം വേണം. അതോടൊപ്പം തന്നെ ഇതിന് പ്രവേശനം സൗജന്യമാണ്, അത് കൃത്യമായിട്ട് തന്നെ നമ്മൾ കൊടുക്കണം. അപ്പോൾ പങ്കാളിത്ത കുറവ് വരാൻ പ്രാവശ്യത്തിന് സാധ്യതയില്ല. ഒരു പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ കൂടി ഉള്ളത് കൊണ്ട് ഒരു വലിയൊരു ഉത്സവമായിട്ട് ഈ 3 ദിവസത്തെ മേള നടത്തണമെന്നുമാണ് ഇതിൻ്റെ സംഘാടകർ ആലോചിക്കുന്നത്. വിരോധം, സമരം, അതിജീവനം എന്ന ഒരു ഇത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, സത്യസന്ധമായ കലാവിഷ്കാരങ്ങൾ നിരോധിക്കുന്ന ഒരു കാലത്ത്, വിലക്കപ്പെടുന്ന ഒരു കാലത്ത് പ്രതിരോധത്തിൻ്റെ സൗന്ദര്യം എന്താണ് എന്ന് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കുന്ന സിനിമകളാണ് ഇതിലെല്ലാം. അങ്ങനെ ഒരു സെലക്ഷനാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. ചലച്ചിത്രം എന്ന് പറയുമ്പോൾ അതിൻ്റെ സൗന്ദര്യവും ഉള്ളടക്കവും രണ്ടും ഒത്തിണങ്ങുന്ന നിലയിലുള്ള സിനിമകൾ, ചരിത്രത്തോട് ചേർന്ന് നിൽക്കുന്ന സിനിമകളാണ് നമ്മൾ ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രശസ്തയായ ചലച്ചിത്ര നിരൂപക, തൃശ്ശൂർ വിമല കോളേജിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറുമായിട്ടുള്ള ഡോക്ടർ അനൂപ് പാപ്പച്ചൻ നിർവഹിക്കും. അപ്പോൾ ആദ്യത്തെ സിനിമ ഗാസ ഫൈറ്റ് ഫോർ ഫ്രീഡം, അബി മാർട്ടിൻ്റെ സിനിമയാണ്. പൊരുതുന്ന പലസ്തീനി ഒരു ഐക്യദാർഢ്യം എന്നുള്ള നിലക്കാണ് നമ്മൾ ആ സിനിമ പ്രദർശിപ്പിക്കുന്നത്. നീതി നിഷേധിക്കപ്പെട്ട ഗാസ, അവിടുത്തെ കരൾ പിളർക്കുന്ന കാഴ്ച, വളരെ ഒരുപക്ഷെ നേരത്തെയുള്ള ചലച്ചിത്ര മേളകളിലെല്ലാം പ്രേക്ഷകരുടെ ശ്രദ്ധ ആകർഷിച്ച ഒരു സിനിമയാണത്. അതുപോലെ 27-ന് 4-5 സിനിമകളാണ്, 4 സിനിമകൾ ഓപ്പൺ ഫോറം ഉൾപ്പെടെ 5 സെഷനാണുള്ളത്. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം 200 മീറ്റേഴ്സ് എന്നുള്ള അതും പലസ്തീൻ ജനതയുടെ സത്യസന്ധമായ പ്രതിരോധം, അല്ലെങ്കിൽ ആ വിഭജനത്തിൻ്റെ ദുരന്തം കാണിക്കുന്ന ചിത്രമാണ് അമീൻ നൈഫയുടെ 200 മീറ്റേഴ്സ്. അതുപോലെ 11:30-ന് അറ്റുവാർ എന്നുള്ള സിനിമയാണ്, സ്റ്റീഫൻ ബ്രിസയുടെ സിനിമയാണ്. ലോകത്തിനകത്ത് തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ തൊഴിൽ വിരുദ്ധമായിട്ടുള്ള നയങ്ങൾക്കെതിരായിട്ടുള്ള ഒരു പ്രതിരോധം, അതുപോലെ തന്നെ ചൂഷണമൊക്കെ വ്യക്തമാക്കുന്ന നിലയിലുള്ള ഒരു സിനിമയാണ് അറ്റുവാർ. 2:30-ന് ഇൻഷാ അള്ളാ എ ബോയ്. ആ സിനിമയുടെ ഒരു പ്രമേയം എന്ന് പറയുന്നത് മതനിയമങ്ങൾക്കെതിരായിട്ടുള്ള ഒരു സ്ത്രീയുടെ ചെറുത്തുനിൽപ്പാണ്.
അത് മേളകളിലൊക്കെ വലിയ ശ്രദ്ധ ആകർഷിച്ചൊരു സിനിമയാണ് ഇൻഷാ അല്ലാ എ ബോയ്. അതുപോലെ 4:30 ഓപ്പൺ ഫോറം, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ VK ജോസഫാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. ഓപ്പൺ ഫോറത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ EM അഷ്റഫ്, ഷെരീഫ് ഈസ, ഡോക്ടർ ജിനീഷ് കുമാർ എരമം, പ്രകാശ് വാടിക്കൽ, ജിഷ സി ചാലൻ, നിങ്ങളുടെ കുറിപ്പിൽ അത് ഉണ്ട്. പിന്നീട് വരുന്ന സിനിമ ഒരു മലയാളം സിനിമയാണ്, രാജീവ് രവിയുടെ തുറമുഖം. കൊച്ചിൻ തുറമുഖത്തിൻ്റെ അവിടുത്തെ പ്രതിരോധങ്ങൾ, സമരങ്ങളൊക്കെ വ്യക്തമാക്കുന്ന ഒരു നല്ല സിനിമയായിരുന്നു. നേരത്തെ അത് ഇറങ്ങിയിരുന്നെങ്കിലും അത്ര ആളുകൾ അത് കണ്ടില്ല, തിയേറ്ററിൽ അത്ര ആളുകൾ കയറിയില്ല. അതുകൊണ്ട് തന്നെ ആ സിനിമ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കേണ്ട ഒരു സിനിമയാണ് എന്നുള്ളൊരു ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തുറമുഖം എന്നുള്ള പറയുന്ന സിനിമ നമ്മൾ പ്രദർശിപ്പിക്കുന്നത്. രണ്ടാമത്തെ ദിവസം ആദ്യം 9:30 രാവിലെ ദി ഓൾഡ് ഓക്ക്, കെൻ ലോച്ചിൻ്റെ ഒരു സിനിമയാണ്. അന്ന് ഒരു മലയാളം സിനിമയുണ്ട് 11:45 ആണ്ട, ഷെരീഫ് ഈസയുടെ സിനിമയാണ്. ഷെരീഫ് ഈസയും ഓപ്പൺ ഫോറത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അത് തോട്ടം തൊഴിലാളികളുടെ കഥ പറയുന്ന ഒരു സിനിമയാണ്. നേരത്തെയുള്ള ഫിലിം ഫെസ്റ്റിവലിലൊക്കെ കൂടുതൽ ആളുകളെ ആകർഷിച്ചൊരു സിനിമയാണ് അത്. അതുപോലെ 2 മണിക്ക് മൈ ഇമാജിനറി കൺട്രി, പട്രീഷ്യ ഗുസ്മാൻ്റെ വളരെ പ്രശസ്തമായ ഒരു സിനിമയാണ്. ചിലിയിലെ പ്രതിരോധത്തെക്കുറിച്ച്, പിനോഷയെക്കുറിച്ച്, ഏകാധിപത്യത്തെക്കുറിച്ചൊക്കെ ആ സ്വേച്ഛാധിപത്യ ഭരണകൂടത്തെ ഒക്കെ ഓർമ്മപ്പെടുത്തുന്ന, ചരിത്രത്തെ ഓർമ്മപ്പെടുത്തുന്ന, പ്രതിരോധത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സിനിമയാണ് മൈ ഇമാജിനറി കൺട്രി. 4 മണിക്ക് സമാപന സമ്മേളനത്തിൽ ചലച്ചിത്ര സംവിധായകൻ T ദീപേഷ്, നിരൂപകൻ P പ്രേമചന്ദ്രൻ എന്നിവർ പങ്കെടുക്കും. ഏറ്റവും അവസാനത്തെ സമാപന സമ്മേളനം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു സിനിമാ പ്രദർശനം വൈകുന്നേരം 5 മണിക്ക്. അത് ദി ഡിവൈൻ ഓർഡർ, വോട്ടവകാശത്തിന് വേണ്ടിയിട്ടുള്ള സമരം ചെയ്യുന്ന സ്വിറ്റ്സർലൻഡിലെ സ്ത്രീകളുടെ അവരുടെ ഒരു കരുത്ത്, ഒരു അതിജീവനം, അവരുടെ ഒരു തൻ്റെടം അത് വ്യക്തമാക്കുന്ന ഒരു സിനിമയാണ് ദി ഡിവൈൻ ഓർഡർ. ഇതിൻ്റെ ചെയർമാൻ കൂടിയാണ്. അതുപോലെ മനോഹര പിന്നെ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ആക്ടിംഗ് സെക്രട്ടറി, ജനറൽ സെക്രട്ടറി സംസാരിക്കും എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. കേരള ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അതുകൂടി നമ്മൾ ഇതിലെല്ലാം വരണം. ചിലപ്പോൾ അത് നമുക്ക് ഏറ്റവും ഇതിൻ്റെ പ്രവേശനം സംബന്ധിച്ച് ഞങ്ങളെല്ലാവർക്കും സ്വാഗതം എന്ന് പറയുമ്പോൾ വിളിക്കുക, ഇതിന് ടിക്കറ്റ് ഇതുണ്ടോ, രജിസ്റ്റർ ചെയ്യണോ എന്നുള്ളതാണ്. അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ആ നിലക്ക് തന്നെ നിങ്ങൾ ഇത്